നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ വരും ആഴ്ചയിൽ നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് നോക്കാം. ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റിയുടെ ഒരു കറന്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലെ വീഡിയോസ് ആയിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അതായത് ഈ ഒരു റേഞ്ച് എത്തിയപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു നിഫ്റ്റിയുടെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ 24,375 375 മുകളിലേക്ക് ക്ലോസിങ് ചെയ്താലാണ് നിഫ്റ്റിക്കൊരു മുകളിലേക്കൊരു ബൈക്കൊരു സാധ്യത. പക്ഷെ നിഫ്റ്റി ഈ ഒരു റേഞ്ച് എത്തിയപ്പോൾ നിഫ്റ്റിയിൽ സംഭവിച്ചു നോക്കുക. നിഫ്റ്റി തുടർച്ചയായിട്ട് ഈ ഒരു ലെവലിൽ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഒരുപാട്, അതായത് 1 2 3 4 5 6 7 8 ഒരാഴ്ചയിലധികമായിട്ട് നിഫ്റ്റി ഒരു റേഞ്ചിൽ സ്ട്രഗിൾ ചെയ്ത് നിലനിൽക്കുന്നതാണ് നമുക്ക് കണ്ടിരുന്നത്. അതായത് നിഫ്റ്റിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൊമെന്റ് ആയിരുന്നു നിഫ്റ്റി ഏരിയയിലും മുകളിലേക്ക് മൂവ് ചെയ്തിരുന്നത്. അതായത് ഈ ഒരു ലോവർ ലെവലിൽ നിന്ന് പോയ മൂവ്മെന്റ് കണ്ടാൽ അറിയാം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആയിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തത്. പക്ഷെ ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ സ്ട്രഗിൾ ചെയ്തു. നമ്മൾ എക്സാക്ട് ആയിട്ട് നമ്മൾ റെസിസ്റ്റൻസ് അപ്ഡേറ്റ് ചെയ്തിരുന്നു. എപ്പോഴും ആ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു പവർ എപ്പോഴും മനസ്സിലാക്കുക. കാരണം ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തിട്ടില്ല. 24,375 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്താലാണ് അടുത്ത റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യത നമ്മൾ പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടുകൾ മാർക്കറ്റിൽ വരികയാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. നമ്മൾ എപ്പോഴും പല വീഡിയോസിൽ പറയുന്നതാണ്. കാരണം നമ്മുടെ ഒരു റേഞ്ചിന്റെ മുകളിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. നിങ്ങളിപ്പോഴും ലോങ് ടൈം വ്യൂ, ഡെയിലി എന്ന് പറയുന്ന ടൈം ഫ്രെയിമിൽ പറയുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കും ആ ഒരു സ്ട്രോങ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഒരു ലെവലിൽ നമുക്ക് ഈ ഒരു ഡെയിലി ക്യാൻഡിൽ ഇതിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ എക്സാക്ട് ആയിട്ട് നമ്മളത് പറഞ്ഞിരുന്നു ബൈയിലേക്ക് കടന്നിരുന്നു. അപ്പൊ ഇവിടെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവസാനത്തെ ഒരു സെക്ഷൻ ആയപ്പോഴും തിരിച്ച് താഴെ വരുന്നതാണ് മാർക്കറ്റിൽ കണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു റേഞ്ചില് മാർക്കറ്റിൽ പല ഫാൾസ് മൊമെന്റ് മാർക്കറ്റിൽ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനനുസരിച്ചുള്ള പ്ലാൻ മാർക്കറ്റിൽ നൽകിയത്. നിഫ്റ്റിയുടെ ഒരു കറന്റ് ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിഫ്റ്റിയുടെ ട്രെൻഡ് റിവേഴ്സൽ ഏരിയ കാണുന്നത് 23,888. നിഫ്റ്റി വൺസ് 23,888 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ, ഡെയിലി ക്യാൻഡിലാണ് പറയുന്നത്, ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാൽ മാത്രമാണ് ഈ ഒരു ട്രെൻഡ് റിവേഴ്സ് ആകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിന്റെ അടുത്ത് നിന്നെല്ലാം ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ നിഫ്റ്റിക്ക് ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 24,375. ഇത് രണ്ട് റെസിസ്റ്റൻസ് സപ്പോർട്ട് റേഞ്ചിന്റെ ഇടയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അതിൻ്റെതായിട്ടുള്ളൊരു മൊമെന്റം, അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ആ ഒരു മൊമെന്റ് ആണ് ഇപ്പം മാർക്കറ്റിൽ നിഫ്റ്റിയിൽ സംഭവിച്ചു ഇരിക്കുന്നത്. നിഫ്റ്റി 24,375 മുകളിലേക്ക് ക്ലോസ് ചെയ്ത് നമുക്ക് സൂചിപ്പിച്ചിരുന്നു 24,800 മുകളിലാണ് പിന്നെ റെസിസ്റ്റൻസ് വരുന്നത്. 24,800 വളരെ ഈസി ആയിട്ട് ടച്ച് ചെയ്യും. അതേപോലെ തന്നെ 25,000 അടുത്ത്, 24,800 25,000 അടുത്ത് സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ആ ഒരു റേഞ്ചിന്റെ അടുത്ത്. അപ്പോൾ അതിനനുസരിച്ച് എപ്പോഴും മാനേജ് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ചിൽ ചെറിയൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള റേഞ്ചിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇൻട്രാഡേയിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചിരുന്നത്. അപ്പൊ വരും ദിവസങ്ങളിലായാലും നമുക്ക് ഒരു ഇൻട്രാഡ ട്രെൻഡ് നമുക്ക് നോക്കാം. ഇൻട്രാഡേയിൽ നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്. കാരണം നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ സ്റ്റിൽ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തിട്ടില്ല. അതേ രീതിയിൽ എപ്പോഴും മാർക്കറ്റിനെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ രണ്ട് സൈഡിലേക്ക് കഴിഞ്ഞ ആഴ്ചയിലും സൂചിപ്പിച്ചാണ്, ബോത്ത് സൈഡിലേക്ക് മാർക്കറ്റിന്റെ മൊമെന്റം കിട്ടും. ബൈ സൈഡും സെൽ സൈഡും മാർക്കറ്റിന്റെ മൊമെന്റം കിട്ടും. രണ്ട് സൈഡിലും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് എപ്പോഴും മാർക്കറ്റിനെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു റേഞ്ചിൽ നിഫ്റ്റിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്താലാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാക്ട് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യേണ്ടി വരും. ഈ വീക്കിലാണെങ്കിൽ ഹൈ പ്രീമിയം ആണ്, ഓപ്ഷൻസിലായാലും ഹൈ വോളറ്റാലിറ്റിക്കാണ് സാധ്യത കാണുന്നത്. ബോക്സ് സൈഡിലേക്ക് ഹൈ മൊമെന്റത്തിന് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രോഫിറ്റ് കിട്ടിയാൽ ആ ട്രേഡിൽ നിന്നും മാറി നിൽക്കാനായിട്ടും ശ്രമിക്കുക. കൂടുതൽ ട്രേഡുകൾ അവോയ്ഡ് ചെയ്യുക. ഇതാണ് ശരിക്കും ഈ ഒരു ആഴ്ചയിലെ മാർക്കറ്റ് സിറ്റുവേഷൻ നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നമുക്ക് റെസിസ്റ്റൻസ് കാണുന്നത് 24,345 അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 24,345 മുകളിലായാലാണ് നമുക്കൊരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. 24,340 താഴെ 345
താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവല് ഇനി നല്ല സപ്പോർട്ട് നമ്മൾ എപ്പോഴും നൽകുന്നത് റൈറ്റ് സപ്പോർട്ടാണ്. റൈറ്റ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊമെന്റം കിട്ടണം. അങ്ങനത്തെ സപ്പോർട്ടുകളാണ് നമ്മൾ ഓൾമോസ്റ്റ് ദിവസങ്ങളിൽ നമ്മൾ നൽകാറ്. അപ്പോൾ റൈറ്റ് സപ്പോർട്ട് കാണുന്നത് 24,220 ലോവർ ലെവല് നല്ല സപ്പോർട്ട് കാണുന്നത്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണ്, ബൈക്ക് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ബൈയുടെ ഓപ്പർച്യൂണിറ്റി മാത്രം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ, സപ്പോർട്ടിന്റെ താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് സെല്ലിന് മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് റൂൾ അനുസരിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ ആണ് മാർക്കറ്റ് ഒന്ന് കൺജസ്റ്റ് ആയിട്ട് നിലനിൽക്കാനായിട്ട് സാധ്യത. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ബൈയുടെ ഓപ്പർച്യൂണിറ്റി 400 മുകളിലേക്ക്, അല്ലെങ്കിൽ ഈ ചെറിയ റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ 24,385 ചെറിയ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ 24,345, 24,385 ഈ റേഞ്ച് നമ്മൾ ഇവിടെ 24,345, 24,385 ഈ രണ്ട് റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെങ്കിലും ക്വിക്കായിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. കാരണം 24,385 ഇവിടെ, പക്ഷെ റെസിസ്റ്റൻസ് 24,400 റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു റേഞ്ചാണ്, പക്ഷെ ഈ റേഞ്ച് അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. ഈ റേഞ്ചിന്റെ ഇടയിൽ മൊമെന്റം കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് റൈറ്റ് ഓപ്പർച്യൂണിറ്റി 400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ റൈറ്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ റേഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യുക. റൈറ്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ റെസിസ്റ്റൻസ് വരുന്നത് 24,460 460 താഴെ നിലനിർത്തിയാലാണ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 460 മുകളിലുള്ള ഒരു ഓപ്പണിംഗ് ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ചെറിയ ടൈം ഫ്രെയിമിലെ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിൽ ഇനി റെസിസ്റ്റൻസ് കാണുന്നത് 570 ഈ ഒരു ലെവല് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ഒരു ലെവലില് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും സൂചിപ്പിച്ചിരുന്നു, 370 മുകളിലേക്ക് ക്ലോസ് നിലനിർത്താത്തോളം കാലം ഈ ഒരു ലെവലിൽ ഫാൾസ് ബ്രേക്ക് ഔട്ടുകൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എപ്പോഴും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് നിലനിർത്തിയാലാണ് എപ്പോഴും സ്ട്രെങ്ത് വരുന്നത്. ഇത് ഡെയിലിയിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുകളിലേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാലാണ് ഈ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടിന് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റിന്റെ മൊമെന്റം രണ്ട് സൈഡിലേക്കുള്ള ഒരു മൊമെന്റം മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. 24,570 അടുത്ത റെസിസ്റ്റൻസ് കുറച്ച് അകലെയാണ് കാണുന്നത്, പക്ഷെ ഫാൾസ് മൊമെന്റത്തിന് സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത് റൈറ്റ് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ 24,680 700 ഇത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. 24,680 700 എന്ന് പറയുന്നത് സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 680 താഴെ. അപ്പൊ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. കൃത്യമായിട്ട് നമുക്ക് ട്രെൻഡിൽ മാർക്കറ്റിന്റെ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഈ രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ എക്സാക്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ നിന്നുള്ള ബൈയുടെ ഓപ്പർച്യൂണിറ്റിയോ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്കോ വെയിറ്റ് ചെയ്യുക. കൃത്യമായിട്ട് ട്രെൻഡിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. മാർക്കറ്റ് വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിലെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.